ഇതാണ് ഉരുൾപൊട്ടി വന്ന വഴിയാണത്. പുഴ ഇതിൻ്റെ ഈ വീടിൻ്റെ അങ്ങേ ഭാഗത്തു കൂടെയാണ് പുഴ പോകുന്നത്. രക്ഷാപ്രവർത്തനമാണ് സജീവമായിട്ട് നടക്കുന്നത്. ആ വീടിൻ്റെ മുകളിൽ ആളുണ്ട്. അതാ ആ വീടിൻ്റെ മുകളിൽ ഉള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് തെങ്ങ് വലിച്ച് പാലം പോലെ ഇട്ടിട്ട് ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു. ആ വീടിൻ്റെ മൂലയിലേക്കാണ് വണ്ടിയാണ് തലകുത്തനെ നിൽക്കുന്നത്. ആ കാറ് എന്തായാലും വളരെ പ്രയാസപ്പെടുത്തുന്ന കാഴ്ചകളാണ്. ഒരുപാട് വീടുകൾ, എണ്ണി പറയാൻ പറ്റാത്തത്ര വീടുകൾ പോയിട്ടുണ്ട്. ഇത് ചൂരമല അമ്പലം നിൽക്കുന്ന സ്ഥലം. പാലം, ചൂരമല പാലല്ല, ആലുമരാണ് കാണുന്നത് കേട്ടോ. ആശുപത്രിന്റെ ഭാഗമാണ് ഇത് കാണുന്നത്. നമ്മൾ ആലുമരം മാത്രമേ അവിടെ ഉള്ളൂ, ബാക്കി ഒന്നുമില്ല. പാലല്ല, ഒന്നുമില്ല. കണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതാണ് മുണ്ടക്കായ്. മുണ്ടക്കായിൻ്റെ തുടക്കമാണ് കാണുന്നത്. മുണ്ടക്കായ് പള്ളിൻ്റെ മിനാരം വരെ ഇവിടെ നോക്കിയാൽ കാണാം. ഏതാണ്ട് ശ്രദ്ധിച്ചാൽ അറിയാം. അപ്പോൾ ഏതാണ്ട് മുണ്ടക്കായിൻ്റെ നല്ലൊരു ശതമാനം പോയിട്ടുണ്ട്. മുണ്ടക്കായ് ഇല്ലയെന്ന് തന്നെ പറയാം. മുണ്ടക്കായിൻ്റെ അങ്ങാടിയും അതോടനുബന്ധിച്ച സ്ഥലങ്ങളൊക്കെ തരിശായിരിക്കും. ഇപ്പോൾ ഇതാ നല്ല കുത്തൊഴുക്കുണ്ട്. കലങ്ങി വലിച്ച അതിലാണ് പുഴ പോയിരുന്നത്. അപ്പോൾ പുഴയൊക്കെ തല തിരിഞ്ഞ് ഇപ്പുറത്ത് കൂടെ ആയി. ഇവിടെ മുള്ളുണ്ട് കേട്ടോ, നോക്കിയായിരുന്നു മതി. ഇത് തീർത്തും ജനങ്ങൾ താമസിച്ചിരുന്ന സ്ഥലമാണ്. നമ്മുടെ 2015 നടന്ന പുത്തുമല ദുരന്തത്തിനെക്കാളും വളരെ ഭീകരത. അപ്പോൾ വല്ലാത്ത അവസ്ഥ പഠിത്തം കാത്തില്ല. ഇത് നമ്മളെ ഹൈസ്കൂളിലെ സ്കൂളിൻ്റെ സൈഡിലുള്ള റോഡാണ്. ആ റോഡിലൂടെയാണ് ആ വെള്ളം ഒഴുകുന്നത് കേട്ടോ. ഞാനിപ്പോൾ ലാസ്റ്റ് റെസ്ക്യൂ എത്തി ഇതെവിടെ വരെ എത്തിയിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് എത്തിയിട്ടില്ല. ഇതാണ് ഉരുൾപൊട്ടി വന്ന വഴിയാണത്. പുഴ ഇതിൻ്റെ ഈ വീടിൻ്റെ അങ്ങേ ഭാഗത്തു കൂടെയാണ് പുഴ പോകുന്നത്. രക്ഷാപ്രവർത്തനമാണ് സജീവമായിട്ട് നടക്കുന്നത്. ആ വീടിൻ്റെ മുകളിൽ ആളുണ്ട്. അതാ ആ വീടിൻ്റെ മുകളിൽ ഉള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് തെങ്ങ് വലിച്ച് പാലം പോലെ ഇട്ടിട്ട് ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു. ആ വീടിൻ്റെ മൂലയിലേക്കാണ് വണ്ടിയാണ് തലകുത്തനെ നിൽക്കുന്നത്. ആ കാറ് എന്തായാലും വളരെ പ്രയാസപ്പെടുത്തുന്ന കാഴ്ചകളാണ്. ഒരുപാട് വീടുകൾ, എണ്ണി പറയാൻ പറ്റാത്തത്ര വീടുകൾ പോയിട്ടുണ്ട്.